തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദലിത് യുവതിക്ക് ക്രൂര പീഡനമേൽക്കേണ്ടി വന്നതിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ്. സ്റ്റേഷനിലെ ASI പ്രസന്നനെ സസ്പെൻഡ് ചെയ്തു. സിറ്റി പോലീസ് കമ്മീഷണറുടേതാണ് നടപടി. കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന് കണ്ടെത്താൻ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. RB സനൂപ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനൂപ്, ASIക്കെതിരെയായിരുന്നു ഏറ്റവും വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നത്. എന്തായാലും ASIക്കെതിരെ അടക്കം നടപടി. ASI മാത്രമല്ല, ഇത്തരമൊരു സംഭവം ഉണ്ടായപ്പോൾ അവരെ അവിടെ വെച്ച് അപമാനിക്കാൻ ശ്രമിച്ച എല്ലാവർക്കുമെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്, അല്ലേ? ജിൽസി, കർശനമായിട്ടുള്ള നടപടി തന്നെ പോലീസുകാർക്കെതിരെ വേണമെന്നുള്ള ആവശ്യമായിരുന്നു ഉയർന്നിരുന്നത്. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ബിന്ദുവിന്റെ കാര്യത്തിൽ പോലീസിന് വീഴ്ച വന്നു. അക്കാര്യം മുഖ്യമന്ത്രി എന്നെ സമ്മതിക്കുകയും ചെയ്തു. രാത്രിയാണ് ASI പ്രസന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത്. സിറ്റി പോലീസ് കമ്മീഷണറാണ് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമെടുത്തത്. ആ സസ്പെൻഷൻ ഓർഡർ ഇപ്പോൾ ഇറങ്ങിയിട്ടുമുണ്ട്. ASI പ്രസന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൃത്യ നിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ASI പ്രസന്നെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ബിന്ദു തന്നെ വ്യക്തമാക്കിയിരുന്നു തന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് പീഡിപ്പിച്ചത് ASI പ്രസന്നൻ എന്നുള്ള കാര്യമാണ്. അദ്ദേഹമാണ് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്, കൂടുതലായിട്ട് തെറിയടക്കം പറഞ്ഞത് എന്നുള്ള കാര്യം ബിന്ദു തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ASI പ്രസന്നെ ഇപ്പോ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. GD ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പ്രസന്നൻ അമിത അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ബിന്ദുവിനെ ചോദ്യം ചെയ്തു എന്നുള്ള കണ്ടെത്തൽ കൂടി നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ബിന്ദുവിന്റെ പരാതിയിൽ കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. ആദ്യം SI പ്രസാദിനെ സസ്പെൻഡ് ചെയ്തു. പിന്നാലെയാണ് ഇപ്പോൾ ASI പ്രസന്നെ കൂടി സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. മറ്റ് പോലീസുകാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശത്തെ തുടർന്ന് തിരുവനന്തപുരം കന്റോൺമെന്റ് ACP ആണ് നിലവിൽ ഇപ്പോൾ പ്രാഥമിക അന്വേഷണം നടത്തുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പേരൂർക്കട സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കൂടുതൽ പോലീസുകാർക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചു വരികയാണ്.